പരിക്കൊക്കെ ഉണ്ടായത്? അല്ല, പരിക്ക് ഇല്ല. ഇന്നലെ പരിക്ക് ആർക്കും അങ്ങനെ ഒരു പരിക്കില്ല. നമ്മൾ പ്രതീക്ഷിച്ച ഏതാണ്ട് ആ നിലയിൽ തന്നെയാണ് ആളുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തുള്ളത് ആളുകൾ വളരെ നേരത്തെ വന്ന് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ആളുകൾ നേരത്തെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഒരു 4 മണിയോടുകൂടി തന്നെ കസേരകളിലേക്കൊക്കെ ആളുകൾ കുടുംബത്തോടെ വന്നിരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പ്ലാൻ പ്രകാരം തന്നെയാണ് പോയിട്ടുള്ളത്. 7 മണിക്ക് പ്രസീത ചാലക്കുടിയുടെ പരിപാടി, 9 മണിയോടുകൂടി വേടൻ്റെ പരിപാടി എന്നുള്ളതാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. 9:15 വേടൻ്റെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് മാത്രമേ വേടൻ്റെ പരിപാടിയിലൊരു ഡിലേ വന്നിട്ടുള്ളൂ. 10:15 കൃത്യം 1 മണിക്കൂർ കൊണ്ട് പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ കാത്തുനിന്ന ആളുകൾക്ക് കുറച്ച് ക്ഷീണം അനുഭവപ്പെട്ടു. ഒന്ന്, ഈ സ്ഥലങ്ങളിൽ ഈ 4 മണി മുതൽ നിൽക്കുന്ന ആളുകൾ, ഞങ്ങളത് നേരത്തെ പറഞ്ഞിരുന്നു, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ഈ ഫാൻ പിറ്റിനകത്ത് അവർക്ക് എൻട്രി ഇല്ലയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഒരു ബീച്ച് ഏരിയ ആണ്, അതിലൂടെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിലേക്ക് കയറാം. അങ്ങനെ ചാടി മറിഞ്ഞ് ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അതിലൊരു 6 ആൾക്കാർക്കാണ് ക്ഷീണം അനുഭവപ്പെട്ടത്. ആ ക്ഷീണം അനുഭവപ്പെട്ടവർക്കൊരു ഫസ്റ്റ് എയ്ഡും വെള്ളവും കൊടുത്തുകൊണ്ട് തന്നെ അവർ റിലീസായി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീടുള്ളത് നമുക്കൊരു ദാരുണമായ സംഭവം, നമ്മുടെ ട്രെയിൻ ഇവിടെ നിങ്ങൾക്കറിയാം, ഈ വഴി അവിടെ ഒരാൾക്ക് ട്രെയിൻ തട്ടി മരണപ്പെടുന്ന ഒരു വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഇവിടെ ശാന്തമായിട്ട് തന്നെ പോയ കാര്യങ്ങളാണ്. അത് ഇന്നലെ എല്ലാവർക്കും അറിയാം. പിന്നെ നല്ല സഹകരണം ഇവിടുത്തെ പോലീസിൽ നിന്ന് SP ഉൾപ്പെടെ നേരിട്ട് വന്ന് ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആളുകളോട് നമ്മുടെ സംഘാടക സമിതിയുടെ നേതൃത്വം, MLA ഉൾപ്പെടെ ആളുകൾ സംസാരിച്ച് നമ്മൾ നിശ്ചയിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ബേക്കൽ ഫെസ്റ്റിൻ്റെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇത് 25 ഏക്കർ ഭൂമിയുണ്ട് ഇവിടെ. BRDCയുടെ 23 നമുക്കെല്ലാം കൂടി കൂട്ടിയ 25 ഏക്കറോളം ലാൻഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പിന്നെ ഇതേപോലെ തന്നെ ആളുകളുണ്ട്. ഇപ്പോൾ ചിത്രയുടെ പരിപാടിക്കൊക്കെ ആയാലും ചിത്ര തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ഒരു കാര്യം, നമുക്ക് ടിക്കറ്റ് വെച്ചുകൊണ്ട് ആളുകളെ കൗണ്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഈ 23 ഏക്കർ പാർക്ക് ബൗണ്ടറി ഉള്ളതാണെങ്കിലും ഇതിൻ്റെ 2 ഭാഗത്ത് നമുക്ക് ബീച്ചാണ്. അപ്പോൾ ബീച്ചിലെ എൻട്രി ഒന്നും അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. ആ ഭാഗത്തൂടെ എല്ലാം. പിന്നെ 23 ഏക്കറും ടൈറ്റ് സെക്യൂരിറ്റി അങ്ങനെ നടത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ആ വഴിക്കൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. നേരത്തെയും പരിപാടിക്ക് ബേക്കൽ ഫെസ്റ്റിന് ഇതേപോലെ നല്ല ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. പക്ഷേ ചിത്രയുടെ ഗാനമേളയ്ക്ക് വരുന്നൊരു വൈബായിരിക്കില്ലല്ലോ വേടൻ്റെ പരിപാടിക്കുള്ളത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു റഷ് തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. പക്ഷേ അത് മാനേജബിൾ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ മുൻഭാഗത്താണ് ഇങ്ങനെ തിരക്ക് അനുഭവപ്പെട്ടതാണ് കാണികൾ വന്ന ആളുകളൊക്കെ പറയുന്നത്. അതെ, അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? അത് ഈ ഒരു ചെറിയ ഏരിയ ഫാൻ പിറ്റ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ബാരിക്കേഡ് വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ ബാരിക്കേഡിൻ്റെ അകത്തേക്ക് കുറച്ച് പേര് അധികമായി നിശ്ചയിച്ചതിൽ കൂടുതൽ ആളുകൾ കയറുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അവരെ പിന്നീട് പുറത്തേക്ക് ആ ഘട്ടത്തിൽ അവരെ പുറത്തേക്ക് ഇറക്കുക എന്ന് പറയുന്നത് കൂടുതൽ സിറ്റുവേഷനെ മോശമാക്കും എന്നുള്ളതുകൊണ്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോലീസ് അതിൻ്റെ ഇടയിലേക്ക് കയറി നിന്ന് പിന്നെ അതുപോലെ കയറിയ ആളുകളൊക്കെ സെൽഫ് വളണ്ടിയർഡ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടാണ് ആ സിറ്റുവേഷൻ മറികടന്ന് പോയിട്ടുള്ളത്. പൊതുവിൽ നമ്മൾ നോക്കിയാൽ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും, ഒരു ട്രാഫിക് പ്രശ്നങ്ങൾ മറ്റും വന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രയാസം ബേക്കൽ ഫെസ്റ്റിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അതെ, മുന്നറിയിപ്പ്, ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് പറയാനുള്ളത്, നമുക്ക് റെയിൽവേ വഴിയുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ്. അതിലൂടെ അവിടെ വെളിച്ചമില്ല, അതെല്ലാം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പിന്നെ പാസേജുകളാണ്, അതാരും യൂസ് ചെയ്യുന്നില്ല. റെയിൽവേ തന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദയവേത് ആരും ആ വഴി ഉപയോഗിക്കരുത്. അങ്ങനെ വഴിയില്ല. നമുക്ക് നേരായ വഴി ഇവിടത്തേക്കുണ്ട്, നല്ല റോഡുണ്ട്, റോഡിൻ്റെ 2 ഭാഗത്തും ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ നടന്നു വരേണ്ടവർക്ക് ആ വഴിയും വരാൻ വേണ്ടി പറ്റും. 2 ലൈനായിട്ട് നമുക്ക് വലിയ ട്രാഫിക് പ്രശ്നമില്ലാതെ വണ്ടി പിന്നെ കൈകാര്യം ചെയ്യാനും പറ്റും. അതുകൊണ്ട് ദയവേത് ഫെസ്റ്റിന് വരുന്ന ആളുകൾ നേരായ വഴി, ശരിയായ പാർക്കിലേക്കുള്ള വഴി ഉപയോഗിച്ച് പള്ളിക്കര ഫ്ലൈ ഓവറിന് ശേഷമുള്ള വഴി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരണമെന്നാണ് സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഏകദേശം എത്ര ആൾ ഇന്നലെ ഈ പരിപാടിയിൽ പങ്കെടുത്തു? അല്ല, അതിൻ്റെ കണക്കുകളൊന്നും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതൊക്കെ ഇനിയിപ്പോൾ പിന്നെ ടിക്കറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ ഈ ചിത്രീകരണത്തിനെത്തിയ
മാധ്യമപ്രവർത്തകർ നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നെ അത് വളരെ തെറ്റായ പ്രവണതയാണ്. ഞങ്ങൾ അതിനൊന്നും അനുകൂലിക്കുന്നില്ല. സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത് പാർക്ക് നടത്തുന്നവരാണ്. അവരുമായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാം.